കളി കഴിഞ്ഞ ഉടൻ നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വരും 4 മണിക്ക് ബാഗ് ഔട്ട്. രാത്രി 4 മണി. അപ്പോൾ 4 മണിക്കുള്ളിൽ നമ്മുടെ ബാഗ് എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും അറിയണ്ട. അപ്പോൾ നാളെ നമ്മൾ ഇംഗ്ലണ്ടിൽ പോകാൻ യാത്രയാണ്. രാത്രി 2 മണിക്ക് എനിക്ക് ഫോൺ കോൾ, ചീഫ് കോച്ച് തുഷാറുണ്ട്, എടാ താഴെ വാ. എന്ത് താഴെ വരെ? ബാഗെല്ലാം ചുവന്ന് കയറ്റണം. ഞങ്ങൾ തന്നെയാണ് ബാഗ് ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ 2 ലോറുണ്ട്, 4 ടീഷർട്ടുണ്ട്. ആദ്യത്തെ ലോണ്ടറി കളഞ്ഞു. ഞാൻ ഒരേ ലോറാണ് 45 ദിവസം. വിരാട് കോഹ്ലി ഒരു ആവറേജ് ഒരു ബൗളർ ഔട്ടാക്കുന്ന വിരാട് കോഹ്ലിയെ കാണണോ? നമ്മുടെ ഓർമ്മയിൽ എന്നും ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സിനെ ഡോമിനേറ്റ് ചെയ്ത് വിരാട് കോഹ്ലിയെ. വിരാട് കോഹ്ലി ടെസ്റ്റിന്റെ റിട്ടയർമെന്റ് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എല്ലാവരും പറയാറുണ്ട്. സാറിന് എന്താ ഫീൽ ആയത്? എപ്പോഴും നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ നല്ല ഇഡ്ഡലി കടയാണെങ്കിൽ ഇഡ്ഡലി തീരണമെന്ന് പറയും. അല്ല, നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, വിരാട് കോഹ്ലി എന്തുകൊണ്ട് റിട്ടയർ ചെയ്തെന്നുള്ളതല്ലേ. പക്ഷേ ഇതേപോലെ ലെജൻസ് ആയിരുന്നു ഇന്ത്യയുടെ കപിൽ ദേവും. അപ്പോൾ കപിൽ ദേവിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കപിൽ ദേവ് ലാസ്റ്റ് ആ വിക്കറ്റ് എടുക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തെറിഞ്ഞാണ് വിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നതല്ലേ, റെക്കോർഡിന് വേണ്ടി. അങ്ങനെയൊന്നും ചെയ്യാതെ എൻ്റെ പീക്കിൽ ഞാൻ പോവുകയാണെങ്കിൽ ആൾക്കാർ എപ്പോഴും റിമെമ്പർ ചെയ്യണത് എന്താണ്, എൻ്റെ ഏറ്റവും നല്ല ഇന്നിങ്സുകൾ. അല്ല വിരാട് കോഹ്ലിയുടെ റിയാക്ഷൻ സ്പീഡും റിഫ്ലക്സും ഇതുമൊക്കെ കോംപ്രമൈസ്ഡ് ആയ ശേഷം പിന്നെ നമ്മൾ കളിക്കുമ്പോൾ എങ്ങനെ നമ്മൾ എന്താണ് ഓർമ്മ വരുന്നത്? വിരാട് കോഹ്ലി ഒരു ആവറേജ് ഒരു ബൗളർ ഔട്ടാക്കുന്ന വിരാട് കോഹ്ലിയെ കാണണോ? നമ്മുടെ ഓർമ്മയിൽ എന്നും ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സിനെ ഡോമിനേറ്റ് ചെയ്ത് വിരാട് കോഹ്ലിയെ കാണും. ഓൾവേസ് കറക്റ്റ്. ഇപ്പോൾ പുള്ളി നിലവിലുള്ളത് ഒരു വൺ ഡേയിലും T20 കളഞ്ഞു. ഇപ്പോൾ IPL മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് 100 സെഞ്ചുറിയാണ് സച്ചിൻ, ആ ഒരു എവറസ്റ്റ് എന്ന് പറയുന്ന ആ 100 സെഞ്ചുറി. ഇപ്പൊ കോഹ്ലി 87 ആയിരുന്നു, 86. എൻ്റെ ഒരു നോളജിൽ 87 86 ആയി. സാറിന് എന്ത് കരുതുന്നു? ഒരു കോഹ്ലി ഒരിക്കലും അങ്ങനത്തെ റെക്കോർഡൊന്നും പേഴ്സ്യൂ ചെയ്യുന്ന വ്യക്തിയല്ല. എപ്പോൾ അദ്ദേഹത്തെ ഞാൻ ദൂരെ നിന്ന് എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമോ വളരെ പരിചയമൊന്നുമില്ല. ഹലോ പറഞ്ഞിട്ടുള്ളതല്ല, പരിചയമുള്ളതല്ല. പക്ഷേ നമ്മളൊരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരിക്കലും പേഴ്സണലായിട്ട് ഇങ്ങനെയുള്ള റെക്കോർഡ്സ് ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നത്തില്ല. എപ്പോൾ വേണ്ടെന്ന് തോന്നും അപ്പം നിർത്തും. IPL ആണെങ്കിലും ശരി, ഇന്റർനാഷണൽ ക്രിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും കാണാം. പ്രോബ്ലി എൻ്റെ അടുത്ത സീസൺ കഴിയുമ്പോഴത്തേക്ക് വിരാട് കോഹ്ലി പറയുമായിരിക്കും ഐ എം സേയിങ് ഗുഡ് ബൈ. പുള്ളി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡൺ ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ ഇങ്ങനെ കാണാൻ പോലും കിട്ടില്ല. അതാണ് കംപ്ലീറ്റ്ലി ബേസ് ഷിഫ്റ്റ് ചെയ്തല്ലോ, ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പിള്ളേർ അവിടെ വളരുന്നു. അതായിരിക്കും. സാർ, നമ്മള് മഴ കാരണം ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറിയേക്കുക. സാറിന്റെ ഇത്രയും വർഷത്തെ ഈ കോച്ചിങ് കരിയറിൽ ഏറ്റവും ടഫസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു ലൈഫിൽ തന്നെ കോച്ചിങ്ങിൽ? 2017 വേൾഡ് കപ്പ് ഫൈനലിൽ തോക്കുന്നത് ഇംഗ്ലണ്ടുമായിട്ട് ലോർഡ്സിൽ വെച്ച് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ ജയിക്കേണ്ട മാച്ച് 17 റണ്ണ് ജയിക്കാൻ 5 വിക്കറ്റ് കയ്യിൽ മിത്താലി രാജ് ബാറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരിക്കലും തോക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അതെ, റൺഔട്ട് ആവായിരുന്നല്ലോ. മിത്താലി റൺഔട്ടായി. പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും ബ്രെയിൻ ഫെയ്ഡ്. അങ്ങനെ ഹർമൻ 50 ബാറ്റ് അടിച്ച് ഹർമൻ ഔട്ടായി പോയി. അവിടെ നിന്ന് ഇല്ലെങ്കിൽ എല്ലാവരും ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവരും കരയായിരുന്നു. എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല, കുറേ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഞങ്ങളുടെ കുറേ സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്, ലൈസൺ ഓഫീസേഴ്സ്, സെക്യൂരിറ്റി ഓഫീസേഴ്സ്, എല്ലാവരും. എന്ന് വെച്ചാൽ ആ ടീമിനെ ഇംഗ്ലണ്ടിലെ മൊത്തം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ജനതയ്ക്ക് ഇഷ്ടമായിരുന്നു, ഇന്ത്യക്കാരെ മാത്രമല്ല. പക്ഷേ ഒരു 83 വേൾഡ് കപ്പ് മെൻ ക്രിക്കറ്റിന് എത്ര വ്യത്യാസം കൊണ്ടുവന്നു, അതേപോലെ 2017 വേൾഡ് കപ്പ് വിമൻ ക്രിക്കറ്റിന് ഒരു ഭയങ്കര നാഴികക്കല്ലായിരുന്നു. ഒരുപാട് പേര് ഫോളോ ചെയ്തു. വിമൻ ക്രിക്കറ്റിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ വന്നു. ഒരുപക്ഷെ വിമൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിങ്സ് ഹർമൻ ഓസ്ട്രേലിയക്കെതിരെ 150 മേളിൽ റൺ അടിക്കുന്നു. തീരെ വയ്യാതായിരുന്നു ഡാർബിഷെയറിൽ. ഇതേപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എല്ലാം ഹ്യൂജ് സിക്സ് ആയിരുന്നല്ലോ. എല്ലാം ഹ്യൂജ് സിക്സ്. അതാണ് ഒരിക്കലും ഏറ്റവും ടഫസ്റ്റ് മൂവ്മെന്റ്. അത് തന്നെയാണ് ശരിക്കും. ഈ മെൻസ് ടീം, വുമൻസ് ടീം, ഇവരെ കോച്ച് ചെയ്യുമ്പോഴുള്ള മെയിൻ ഡിഫറൻസ് എന്താ? ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ ബേസിക്കലി ഞാൻ വിമൻ ടീമിൽ പോകുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു ആകസ്മികമായിട്ട്, ഒരിക്കലും വിമൻ ടീമിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആ വിമൻ്റെ ഇതിനു മുമ്പ് ഒറ്റ ഇത് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ BCC ആദ്യം നടത്തിയ അണ്ടർ-19 ഒരു ഇന്ത്യൻ ക്യാമ്പ് നടത്തി. അപ്പോൾ എൻ്റെ ലീഡ് കോച്ച് ഞാനായിരുന്നു. അന്ന് ഞാൻ മറിയ ഫേ എന്ന് പറഞ്ഞ ഒരു ന്യൂസിലാൻഡിലെ ഒരു ബാറ്റിംഗ് കോച്ച്, സുമൻ ശർമ്മ എന്ന് പറഞ്ഞാൽ പിണ്ട് കേരളത്തിലൊക്കെ കോച്ച് ചെയ്തായിരുന്നു. അത് സുമൻ ശർമ്മ മാഡം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ടീമിലെല്ലാം 16 വയസ്സ് 15 വയസ്സുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്ലേയേഴ്സ്. 16 വയസ്സുള്ള സ്മൃതി മണ്ടാന, 16 വയസ്സുള്ള ദീപ്തി ശർമ്മ, ആ ബാച്ചായിരുന്നു. എല്ലാവരും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് തൊട്ടേ പരിചയമുണ്ട് ഇവരുമായിട്ട്. അതിനുശേഷം
ഞാൻ KKR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ സൺറൈസേഴ്സ് ആയിട്ടൊരു മാച്ച് ക്വാളിഫയേഴ്സ് മാച്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അപ്പം സുനിൽ നാരായണും ഞാനിവിടെ ഇവിടുത്തെ ബി ഗ്രൗണ്ട് ഉണ്ട്, പഴയ NCയുടെ ബി ഗ്രൗണ്ട്. സുനിൽ നാരായണൻ ബാറ്റ് ചെയ്യണം, അപ്പോൾ ഞാൻ ത്രോ ഡൗൺ ചെയ്യണം. അപ്പോൾ ഒരു കാർ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ കൈ കാണിക്കുന്നു. അപ്പോൾ ഞാൻ സുനിൽ എൻ്റെ നിൻ്റെ ഫാനാണ്, പോയി ഒപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ നോ മോ ഇസ് വേവിങ് അറ്റ് യു. ഞാൻ എന്നെ വേവ് ചെയ്യാൻ ആര്? ഞാൻ അവിടെ ചെന്ന് സ്മൃതി കാറി. എനിക്കിപ്പോഴും ഓർമ്മയാണ് സ്മൃതി പറയണ, സാർ എത്ര കാലമായി കണ്ടിട്ടായി, ഹോപ്പ് വിൽ വർക്ക് അഗെയിൻ ടുഗദർ. അപ്പം ഞാൻ വെച്ച് ദൈവം തീരുമാനിച്ചാൽ നടക്കാത്ത. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതുമില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ബോഡിയിൽ നിന്ന് ഇന്ത്യ A ടീമിൻ്റെ സൗത്ത് ആഫ്രിക്ക ടൂർ മെൻ ടീം രാഹുൽ ദ്രവിഡ് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ രാഹുൽ ദ്രവിഡ് എന്നെ ഫീൽഡിംഗ് കോച്ചായിട്ട് വേണമെന്ന്. അപ്പം ഞാൻ പോകാൻ റെഡിയായിരിക്കുന്ന സമയത്ത് ഞാൻ സായിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇവിടെ തന്നെ LNCBയുടെ കീഴിലാണ്. എല്ലാം പെർമിഷനൊക്കെ കിട്ടി, ഡ്രസ്സെല്ലാം വന്നു. ഞാൻ സൗത്ത് ആഫ്രിക്ക പോകാൻ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ബോഡിയിൽ നിന്ന് അടുത്ത ഫോൺ കോള്, ഇന്ത്യൻ വിമൻ ടീം വേൾഡ് കപ്പിന് പോവാണ്, അവർക്കൊരു ഫീൽഡിംഗ് കോച്ചില്ല, നീ അവരുടെ കൂടെ പോയിട്ട് പറഞ്ഞ വാക്കുകൾ ഇതാണ്, അവരെന്തായാലും ക്വാളിഫൈ ചെയ്യൂല, നിങ്ങൾക്ക് അവിടുന്ന് നീ നേരെ സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ. അപ്പോൾ ശരി. അപ്പോൾ ഇന്ത്യൻ മെൻ ടീമിന് അന്ന് വന്ന ഡ്രസ്സ് എനിക്ക് ഇപ്പോഴുണ്ട്, 6-7 പേർ ലോവറുകൾ, ആവശ്യം പോലെ ടീഷർട്ടുകളെല്ലാം. വിമൻ ടീമിൻ്റെ അടുത്ത് ഞാൻ പോവാണ്. വിമൻ ടീമിൻ്റെ അവിടെ പോകും അന്നത്തെ സാഹചര്യമാണ്, 2 ലോവർ, 4 ടീഷർട്ട്, 1 ജാക്കറ്റ്, വേൾഡ് കപ്പിന് പോകണം. സാധാരണ IPL എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗേജൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ബാഗ് ഇന്ന് തിരുവനന്തപുരത്ത് കളി കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വരും, 4 മണിക്ക് ബാഗ് ഔട്ട്, രാത്രി 4 മണി. അപ്പോൾ 4 മണിക്കുള്ളിൽ നമ്മുടെ ബാഗ് എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും അറിയണ്ട. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലൈറ്റിലേക്കുള്ള ടിക്കറ്റ് വരും, ടീം ബസ് വരുന്നു, നമ്മൾ ഫ്ലൈറ്റിൽ പോയി ബോർഡ് ചെയ്യുന്നു. ഫ്ലൈറ്റ് വെച്ച് തന്നെ നമ്മൾ അടുത്ത ബാംഗ്ലൂരിൽ കളിയാണ്, ആ ഹോട്ടലിൻ്റെ ചാവി നമ്മുടെ കിട്ടും. നമ്മൾ ഹോട്ടലിൽ ചെന്ന് റൂം തുറക്കുമ്പോൾ നമ്മുടെ ബാഗ് അവിടെ കാണും. അത്ര എഫിഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ വന്ന്, അപ്പോൾ നാളെ നമ്മൾ ഇംഗ്ലണ്ടിൽ പോകാൻ യാത്രയാണ്. രാത്രി 2 മണിക്ക് എനിക്ക് ഫോൺ കോൾ, ചീഫ് കോച്ച് തുഷാറുണ്ട്, എടാ താഴെ വാ. ഞാൻ എന്ത് താഴെ വരെ? ബാഗെല്ലാം ചുവന്ന് കയറ്റണം. ഞങ്ങൾ തന്നെയാണ് ബാഗ് ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ 2 ലോവറുണ്ട്, 4 ടീഷർട്ടുണ്ട്. ആദ്യത്തെ ലോണ്ടറി കളഞ്ഞു പോയി. ഞാൻ ഒരേ ലോവറാണ് 45 ദിവസം ഇട്ട്. 45 ദിവസം ഇട്ട് അന്നത്തെ ഇതിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഫൈനൽ വരെ എത്തുമെന്ന്. ഫൈനൽ വരെ എത്തി തിരിച്ചു വന്ന ശേഷം അന്നത്തെയും ഇന്നും പ്രധാനമന്ത്രി ഇരിക്കുന്ന നരേന്ദ്രമോദി സാറിൻ്റെ അവിടെ വീട്ടിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു, ഡിന്നറുണ്ടായിരുന്നു. ഡിന്നറിൻ്റെ ഇടയിൽ മിത്താലിയും ജൂലിയനും കൂടെ ചെന്നിട്ട് അന്നത്തെ സ്പോർട്സ് മന്ത്രിയും BCCയുടെ സെക്രട്ടറി നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ബിജു ഞങ്ങളുടെ കൂടെ വേണം, ഫീൽഡിംഗ് കോച്ചായിട്ട് വേണം. അന്ന് ജൂണിൽ തുടങ്ങിയാണ്. 2017 ജൂൺ ജൂലൈ തൊട്ട് 2019 നവംബർ വരെ ഉണ്ടായിരുന്നു. ക്രിക്കറ്റിൽ എപ്പോൾ മഴ പെയ്യും നമുക്ക് പറയാൻ പറ്റൂല. എപ്പോഴും നമ്മൾ ക്രിക്കറ്ററും പ്രേക്ഷകരും മഴ പെയ്യരുതേ എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്കും മഴ പെയ്ത് നമ്മൾ അകത്തോട്ട് കയറിയേക്കുക. ഓക്കെ, സഞ്ജുവായിട്ട് ഇപ്പോൾ റെഗുലർ കോണ്ടാക്ട് ഉണ്ടോ? എന്താണ്? ഉണ്ട്. എനിക്കൊന്ന് ഇന്ന് വരുമെന്ന് തോന്നുന്നു. ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇന്ന് തിരുവനന്തപുരത്ത് വരുമെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, സഞ്ജുവിൻ്റെ കരിയറിൽ സാർ നോക്കുമ്പോൾ ഏറ്റവും സഞ്ജു ഓവർകം ചെയ്ത ഏറ്റവും ടഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? ടഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ 19 സെലക്ഷൻ മത്സരങ്ങളിൽ സഞ്ജു സെഞ്ചുറി അടിക്കുന്നു. കേരളത്തിൻ്റെ തന്നെ ഒരു സെലക്ടർ, നാഷണൽ സെലക്ടറാണ്, സഞ്ജു ടീമിലില്ല. സഞ്ജുവിന് പകരം ഹനുമകാരി കളിക്കുന്നു, പേര് പറയണ തെറ്റാണെങ്കിൽ. അതിനുശേഷം അടുത്ത കൊല്ലം വരുന്നു, സഞ്ജു അണ്ടർ 16 നാഷണൽ ടീമിൻ്റെ ക്യാമ്പുകളിലൊക്കെ സഞ്ജുവാണ് ലീഡ് ചെയ്യണ, ക്യാപ്റ്റനാണ്. വിജയ് സോൾ ഒന്നുമല്ല. അണ്ടർ 19 വേൾഡ് കപ്പിൻ്റെ ഏഷ്യ കപ്പിൻ്റെ ടീം അനൗൺസ് ചെയ്യണം, വിജയ് സോൾ ക്യാപ്റ്റൻ, സഞ്ജു വൈസ് ക്യാപ്റ്റൻ. അതൊക്കെ സഞ്ജു 16-ാമത്തെ വയസ്സിലല്ലേ? 16, 17, 18 വയസ്സുകളിൽ സഞ്ജു ഒരുപാട് തിരസ്കരണം നേടിയിട്ടുള്ളതാണ്. ശരിക്കും ഒരു സൗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ ഒരു? അങ്ങനെയല്ല, സൗത്തിൻ്റെ തന്നെ സെലക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല, 2 സെലക്ടേഴ്സ്. സൗത്ത് നോർത്ത് എന്നുള്ളതല്ല, അങ്ങനെ പലപ്പോഴും ചിലർക്ക് അങ്ങനെയാണ്, ഒരു കാര്യമില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം അവരുടെ എല്ലാം ആ റിജക്ഷൻ അപ്പുറത്തേക്ക് ഒരു അക്സെപ്റ്റൻസിലെത്തി നിൽക്കുകയാണ്. സഞ്ജുവിൻ്റെ ODI കരിയറിനെ പറ്റി എങ്ങനെ അതിലൊരു എൻട്രി ഉണ്ടാവുമോ? എന്തായിരിക്കും സാറിൻ്റെ ഒരു? തീർച്ചയായിട്ടും എൻട്രി ഉണ്ടാകും. സഞ്ജു ODIയിൽ ഇന്ത്യക്ക് വേണ്ടി തീർച്ചയായിട്ടും പെർഫോം ചെയ്തിട്ട് ഒരു ODI ബാറ്റ്സ്മാൻ ആയിട്ട് തോന്നാറുണ്ട്. ഒരു പ്ലെയർ ഒരു ബാറ്റ്സ്മാനാണ്, ഫോർമാറ്റിന് ഉപരിയായിട്ട് ഒരു പ്ലെയറാണ്. വൈറ്റ് ബോൾ എസ്പെഷ്യലി സഞ്ജു ഇന്ത്യക്ക് ടോപ്പ് ഓർഡറിൽ കളിക്കാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരു പ്ലെയറാണ്, കളിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സഞ്ജുവിനിപ്പോൾ ഏർലി 30s ആണ്. പല മികച്ച പ്ലെയേഴ്സും 35-ലോ 36-ലോ റിട്ടയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവരെ പ്രൈം എന്ന് പറയുന്നത് ശരിക്കും ഒരു 25-30 ആ ഏജ് ആയിരിക്കും. സഞ്ജുവിൻ്റെ പ്രൈം ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ. അദ്ദേഹം അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം
അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ഒരു 30s സ്റ്റാർട്ടിങ്ങിലാണ് ഉണ്ടാക്കുന്നത്. എത്ര വർഷം കൂടി സഞ്ജുവിന് ഇത് മെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കരുതുന്നു? അതൊന്ന് സഞ്ജുവിന് എത്ര കൊല്ലം സഞ്ജു എൻജോയ് ചെയ്യുന്നു, സഞ്ജുവിന് ഫിസിക്കലി ആയിട്ടുള്ള ഫിറ്റ്നസ് അവന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. എലൈറ്റ് പ്ലേയേഴ്സിനെ കളിക്കുമ്പോഴത്തേക്ക് എത്ര കൊല്ലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? എൻ്റെ കണക്കിന് തീർച്ചയായിട്ടും 5 കൊല്ലം കൂടെ കളിക്കാൻ പറ്റും, 5-6 കൊല്ലം കൂടെ കളിക്കാൻ പറ്റും. ആസ് എ പേഴ്സൺ നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹംബിളായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ സഞ്ജുവിനെ കാണുന്നത്. വ്യക്തിപരമായ കോച്ച് ചെയ്തിട്ടുള്ള അനുഭവത്തിൽ നിന്നും ആസ് എ പേഴ്സൺ ക്യാരക്ടർ എങ്ങനെയാണ് സഞ്ജുവിൻ്റെ അതേ ഒരു കാംനെസ് ആയിട്ടുള്ള ആളാണ്? ഭയങ്കര കാമായിട്ടുള്ള വ്യക്തിയാണ്. ഭയങ്കര കാംനെസ് ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാം അല്ലാത്തുള്ള വ്യക്തികൾ എത്ര പേരുണ്ട്? എല്ലാവരും കാമാണല്ലേ. വിരാട് കോഹ്ലി ഫീൽഡിൽ ആയിരുന്നു, പക്ഷെ അതിനുശേഷം ഉണ്ടായി ഇപ്പോൾ ഭയങ്കര കാമാണ്. കാംനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിൽനെസ് ആണ്. നമുക്ക് നമ്മളെ തന്നെ അസസ് ചെയ്ത് റിയാക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയമാണ് കാംനെസ്. അത് വളരെ നല്ല മൈൻഡ് ഗെയിം എന്നൊരു സംഭവം ക്രിക്കറ്റിലുണ്ടല്ലോ, അതായത് സ്ലെഡ്ജ് ചെയ്യുക എന്നുള്ളത്. അതിനെ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്യുന്നത്? സ്ലെഡ്ജിങ് എപ്പോഴും ഉണ്ട്. സ്ലെഡ്ജിങ് നമ്മൾ പേഴ്സണലി ഒരു വാക്ക് നടന്നു പോകുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ചൊരു സംസാരമായിരിക്കാം. അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ലേ. നമ്മൾ ക്രിക്കറ്റിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന പ്ലേയേഴ്സിനെ പറഞ്ഞാൽ കൺട്രോളബിൾസ് ആണ്. നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിനക്ക് എറിയുന്ന ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മഴയല്ലേ കാറ്റല്ലെങ്കിൽ തണുപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നിനക്കെതിരെ എറിയണ ബോളിലേക്കുള്ള നിൻ്റെ റിയാക്ഷൻ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് മാത്രം, അതിന് നമ്മൾ നമ്മുടെ ബെസ്റ്റ് പോസിബിൾ റെസ്പോൺസ് ആ ഒരു ബോളിന്, ആ ഒരു സാഹചര്യത്തിന്, അതാണ് എല്ലാ പ്ലെയറും നോക്കുന്നത്.